മസ്റ്റ് ട്രൈ ആയിട്ടോ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു കടലക്കറിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കടലക്കറിയാട്ടോ ഇത്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ ഇത്. എന്നാൽ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായി ഓവർനൈറ്റ് കുതിർത്തെടുത്ത കടല കേട്ടോ ഇത്. ഇത് കുക്കറിലൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് വെള്ളക്കടല തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് അടച്ചു വെച്ച് ഈ കടലയൊന്ന് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 6-7 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ ഈ കടലയൊന്ന് വെന്ത് വരാൻ. അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്കൊരു മസാലയൊന്ന് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 പീസ് പട്ടയും 2 ഏലയ്ക്ക് 2 ഗ്രാമ്പും ഇട്ട് 1 ടീസ്പൂൺ പെരുംജീരകവും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം, അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ കൂടെ ഒരു 2-3-4 കാഷ്നട്ടും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 വലിയ വെളുത്തുള്ളി ആട്ടോ ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഏതാണ്ട് ഈ പരുവൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഒരു വലിയ തക്കാളി ഇതുപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായി തന്നെ അരിഞ്ഞ് അതും ഒന്ന് ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ, അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ പരുവൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെയും നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടു കേട്ടോ. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ആണ് ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കാനായി അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. ആ മസാലയൊക്കെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതാട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അല്ല, ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ അങ്ങ് അരച്ചെടുത്ത് അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായി തുടങ്ങാം കേട്ടോ. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് 1 ടീസ്പൂൺ നെയ്യാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച മിക്സും കൂടെ ഒന്ന് ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടെ ആട്ടോ ഇത്. അപ്പൊ ഈ മസാല വീണ്ടും ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കടല ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. കടലയും ആ മസാലയുമായി നന്നായിട്ടങ്ങ് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ആ മൂടി ഒന്ന് തുറന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കൂടെ തന്നെ ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിത് ചൂടായിട്ട് തന്നെ സെർവ് ചെയ്യാട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു കറി കൂടിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.